പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് അടുത്ത മുഖ്യമന്ത്രിയായി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവ് ആര് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവണം? അതായിരുന്നു വോട്ടർമാരുടെ ചോദ്യം. ഉത്തരം ഇങ്ങനെയാണ്: അടുത്ത മുഖ്യമന്ത്രി ആരാവണം? 29.2% ആളുകൾ പിന്തുണയ്ക്കുന്നത് പിണറായി വിജയനെയാണ്. 9.3% കെ ശൈലജ. MA ബേബിക്ക് 1.2%. മഞ്ജുഷ, രണ്ടാം സ്ഥാനത്തെത്തുന്നത് അല്ലെങ്കിൽ VD സതീശനും പിണറായി വിജയനും തമ്മിൽ നെക്ക് ആൻഡ് നെക്കിലാണ് നിൽക്കുന്നത്. അതിന്റെ കണക്ക് കൂടി സ്ക്രീനിലേക്ക് കൊണ്ടുവരണം പ്ലീസ്. അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്ന് ആഗ്രഹിക്കുന്നത് എത്ര ശതമാനം എന്നുള്ളതിലേക്ക് കണക്ക് വന്നാലേ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടാവുകയുള്ളൂ. പിണറായി വിജയൻ 29.2%, കെ ശൈലജ 9.3%, MA ബേബി 1.2% എന്നുള്ളതാണ്. നമുക്ക് VD സതീശന്റെ കണക്കൂടി ലഭ്യമാവുന്നുണ്ട്. 29%. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് 29.2%, VD സതീശൻ തൊട്ടടുത്ത് നെക്ക് ആൻഡ് നെക്ക് 29%. അതായത് 0.6% മാത്രമാണ്, 2% മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. 0.2% മാത്രം മാറ്റം പിണറായി വിജയനും VD സതീശനും തമ്മിലെന്നുള്ളതാണ് കണക്ക്. VD സതീശൻ 29.2%, 0.2% മാത്രം വ്യത്യാസം. 29.2% പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതേസമയം VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത് 29%. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ അത് UDFിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ സൂചന കൂടിയാണ്. UDF മുന്നേറുന്നു. അതിനകത്ത് അതിലേക്ക് UDFിൻ്റെ മുന്നേറ്റത്തിലേക്ക്, പ്രത്യേകിച്ച് ലോക്കൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്ന പ്രചാരണത്തിൽ UDFിൻ്റെ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് വഹിച്ച പങ്ക്, നേതൃത്വം, ഏറ്റവും ഒടുവിൽ അതിനടുത്ത പല സംഘർഷങ്ങളും അദ്ദേഹം നേരിട്ട രീതി, അതിലും പ്രത്യേകിച്ച് കണ്ണൂരിൽ കെ സുധാകരൻ ഉയർത്തിയ കലാപക്കൊടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച VD സതീശൻ്റെ നിലപാട്, ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു ചായ്വ് പ്രതിപക്ഷം ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലെത്തുകയാണെങ്കിൽ VD സതീശൻ എന്നുള്ള നിലയിലേക്ക് നീങ്ങിയതാണ് എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും അതായത് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്നുള്ളതാണ്. പിണറായി വിജയൻ 29.2%, VD സതീശനെ അനുകൂലിക്കുന്നത് 29% എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജിന്റെ അഭിപ്രായത്തിൽ അത് ഒരു UDFിന് കിട്ടുന്ന ഒരു എഡ്ജാണ് എന്നുള്ളതാണ്. കാരണം 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തൊട്ടടുത്തുള്ള ജനപ്രീതിയിലേക്ക് VD സതീശൻ വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ ചോദ്യത്തിന്റെ കൂടുതൽ ഉള്ളടക്കത്തിലേക്ക് വരും മറ്റു ചില ഡൈവേർഷൻ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇതിൽ മുസ്ലിം വോട്ടുകൾ, മുസ്ലിമിന്റെ പ്രതികരണം 39.3%, ക്രിസ്ത്യൻസ് 36.6% പൂർണ്ണമായും VD സതീശനെ അനുകൂലിച്ചവരാണ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൂർണ്ണമായും VD സതീശനാണ് മുഖ്യമന്ത്രി ആവണം എന്ന് നിലപാടെടുത്തു എന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി. എങ്ങനെയാണോ സർക്കാരിന്റെ പ്രകടനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിലയിരുത്തിയത്, അതേ രീതിയിൽ തന്നെയാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകണം എന്ന കാര്യത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ നിലപാടും. കൂടുതലും മുസ്ലിം ജനവിഭാഗവും ക്രൈസ്തവ ജനവിഭാഗവുമാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം എന്ന നിലപാടെടുത്തിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മഞ്ജുഷ. അതായത് SC/ST വിഭാഗം, അതായത് ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത മേഖലകളിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്നതാണ് അവരുടെ കണക്ക്. അതായത് SC/ST കമ്മ്യൂണിറ്റീസ് അവർ സ്ട്രോങ്ങർ സപ്പോർട്ട് ഇപ്പോഴും പിണറായി വിജയൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോഴും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയനെ ആണ് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മഞ്ജുഷ, ഒരു കാര്യം കൂടി നമുക്ക് അതിനുശേഷം അതിഥികൾക്ക് പോകാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. അതായത് ഈ കമ്പൈൻ ലീഡർഷിപ്പ് UDFിന്റെയും LDFിന്റെയും മുഖ്യമന്ത്രി സാധ്യത സംബന്ധിച്ച് കണക്കെടുക്കുമ്പോൾ അതിൽ UDF ലീഡേഴ്സ് 45% നിൽക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു UDFിന്റെ ലീഡർ മുഖ്യമന്ത്രിയായി വരണം. അതിപ്പോൾ VD സതീശനായിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ശശി തരൂർ ആയിക്കോട്ടെ, അങ്ങനെ ആരാണെങ്കിലും ഒരു UDF ലീഡർ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന് അഭിപ്രായപ്പെട്ടവർ 45%. LDF 39%. അതായത് അവിടെയും UDFിന് ഒരു എഡ്ജ് കിട്ടിയിരിക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെട്ടത് പിണറായി വിജയനാണ്, 29.2%.
0.2 വ്യത്യാസത്തിൽ 29% ആളുകൾ അഭിപ്രായപ്പെട്ടത് വി.ഡി. സതീശനാണെന്നാണ്. അതിൽ തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടവരിൽ കൂടുതലും ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരും മുസ്ലിം ജനവിഭാഗത്തിലുമുള്ളവരാണ്, അതായത് ന്യൂനപക്ഷങ്ങളാണ്. അതേസമയം ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ പിണറായി വിജയൻ തുടരട്ടെ എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയവരാണ്. UDF-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നവർ 45%, LDF-ന്റെ ആരെങ്കിലും ആൾ മുഖ്യമന്ത്രിയായാൽ മതി, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് UDF അധികാരത്തിലെത്തണമെന്ന് 45% ആഗ്രഹിക്കുന്നു എന്ന രീതിയിലും പറയാം. പക്ഷേ നേതാക്കളുടെ കാര്യം ചോദിക്കുമ്പോഴാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. LDF 39%. ഡോക്ടർ ധനരാജ്, ഈ ഒരു കണക്കെടുപ്പിൽ, അതായത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കഴിഞ്ഞ തദ്ദേശത്തിൽ കണ്ടതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് വി.ഡി. സതീശനെ തന്നെയാണ്. അത് പ്രതീക്ഷിച്ചിരുന്നതാണോ ആ കണക്ക്? അത് പ്രതീക്ഷിച്ചാണല്ലോ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞതും അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഒരു കൺസോളിഡേഷൻ എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ. പക്ഷേ ഇതിൽ ഞാൻ 1-2 സൂചനകൾ കൂടി തരാൻ ഉദ്ദേശിക്കുന്നു. അതായത് 2016 ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുണ്ടായ മത്സരത്തിൽ ചെറിയൊരു ശതമാനം, 1% കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നത്. അപ്പോഴും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു ബലാബലം അന്ന് V.S. അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയിരുന്നെങ്കിലും പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ആകുമ്പോൾ എന്നുള്ളൊരു തോന്നൽ കേരളത്തിലുണ്ടായിരുന്നു. അവിടെ ചെറിയ ശതമാനമാണ്. പക്ഷേ 2021 വന്നപ്പോൾ വളരെ ബഹുദൂരം മുന്നിലായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. പക്ഷേ ഇന്ന് ആ ഒരു ബഹുദൂരം മുന്നിലായിരുന്നത് 0.2% മാത്രമാണ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ നാരോ ഡൗൺ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഓപ്പോസിഷൻ വളരെ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്ന ഒരു സൂചനയും തരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കു തൊട്ട് തെക്ക് വരെ പിണറായി വിജയനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള LDF-ന്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് അവരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ പിണറായി വിജയൻ എന്നുള്ളൊരു രാഷ്ട്രീയ നേതൃത്വത്തിലാണെന്ന് എനിക്ക്. പക്ഷേ അതേസമയം UDF അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, പിണറായി വിജയന് സംഭവിക്കുന്ന തോൽവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആ ഒരു ലീഡർഷിപ്പിനുള്ള ആളുകൾക്കുള്ള ഒരു സപ്പോർട്ട്സ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ച് വളരെയധികം കാരണം ഒരാളെ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു അപകടം കൂടി ഈ സർവേ കാണിക്കുന്നുണ്ട്. ശരിയാണ്. അതാണ് മറ്റേ UDF-ന്റെ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന 45%. ഇവിടെ ഒരാളെ മാത്രം LDF ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു കുഴപ്പം കൂടിയാണ് 6% ഡിഫറൻസ്. ഈ ജേക്കബ് ജോർജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവർ പോലും പിണറായി വിജയനെ ഞങ്ങളുടെ രക്ഷകൻ അല്ലെങ്കിൽ നേതാവായി കണ്ടിരുന്നു എന്നതാണ് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു അനുഭവം. അപ്പോൾ അവരും പിണറായി വിജയനെ കൈവിട്ടു എന്നതാണോ ഈ ഒരു സൂചന? അല്ല, കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2021 സ്പെസിഫിക് 2021 തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂർ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളുടെ കുറേ ഭാഗങ്ങൾ വരെ അവിടെ വ്യക്തമായിട്ട് ഒരു ക്രിസ്ത്യൻ ഷിഫ്റ്റ് ഇൻ ഫേവർ ഓഫ് ലെഫ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് 99 സീറ്റ് എങ്ങനെ കിട്ടും, അല്ലാതെ ഇവിടുന്ന് കിട്ടും. പത്തനംതിട്ടയിലെ ആകെ ക്രിസ്ത്യൻ ഹാർഡ് കോർ സ്ഥലമാണ്. പത്തനംതിട്ടയിലെ 5 സീറ്റും ലെഫ്റ്റിനാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും. അത് ഓർക്കണം, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ പക്ഷേ അത് വലുതായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വലിയ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് വലിയ പരീക്ഷണമാണ്. ഒറ്റ കാര്യം കൂടെ പറയാം. കത്തോലിക്കരും കാത്തോലിക്ക സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ കുറച്ചു കാലമായിട്ട് നല്ല അകൽച്ചയുണ്ട്. അത് പക്ഷേ ഈ UDF-ന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്. UDF-ലെ രണ്ടാമത്തെ കക്ഷിയാണ്. അത് കാത്തോലിക്കർക്ക് അറിയുകയും ചെയ്യാം. കത്തോലിക്ക സമുദായം ഒരു മെയിൻ സ്റ്റേ ആണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ. പക്ഷേ എന്തായിരിക്കും ചെയ്യുക? അതിനുവേണ്ടി വലിയ വിശദമായിട്ട് പരിഹാരമൊന്നും കണ്ടിട്ടില്ല. അതേപോലെ ഒരു വിരോധം മധ്യ തിരുവിതാംകൂറിലെ പ്രൊട്ടസ്റ്റൻ്റ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്കില്ല, ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ വിഭാഗങ്ങൾക്കില്ല എന്നും കൂടി ഓർക്കണം. അവർക്ക് മുസ്ലിങ്ങളോട് വലിയ കുഴപ്പം പരസ്യമായിട്ടില്ല താനും. ശരി, നമ്മളിവിടെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നത് എന്ന് കാണാം. പിണറായി വിജയനേക്കാൾ വി.ഡി. സതീശനാണ് പിന്തുണ കൂടുതലായിട്ട് വരുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു UDF നേതാവ് മുഖ്യമന്ത്രിയായി കാണാനാണ് കേരളത്തിലെ ജനങ്ങൾ കൂടുതലും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ സർവേ ഫലം വ്യക്തമാവുന്നത്.